കണ്ടാ നമ്മൾ ചിക്കൻ പാർട്സ് മേടിച്ചിട്ടുണ്ട്. ചിക്കൻ പാർട്സ് ഇത് നമുക്ക് എയർ ഫ്രയറിൽ വെക്കാം കേട്ടോ. ചിക്കൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടാവും വിചാരിക്കാം. നമുക്ക് എയർ ഫ്രയർ ഉള്ള കാരണം ഇങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ മേടിച്ച് ചുട്ടൊക്കെ തിന്നുന്നുണ്ട്, ചൂടാക്കിയിട്ടൊക്കെ തിന്നുന്നുണ്ട്. സൂപ്പർ സാധനം കേട്ടോ എയർ ഫ്രയർ, നല്ല ഉപയോഗമുള്ള സാധനമാണ്. അപ്പോൾ നമുക്ക് ഇത് വെച്ച് നോക്കാം. ചിക്കൻ പാർട്സ് എയർ ഫ്രയറിൽ വെക്കാം കേട്ടോ. എയർ ഫ്രയറിൽ വെച്ച ചിക്കൻ പാർട്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. ചിക്കൻ എയർ ഫ്രയറിൽ വെച്ചിടാം. ചിക്കൻ പാർട്സാണ് നമ്മളത് ചിക്കൻ്റെ ഹൃദയം കണ്ട നല്ല സെറ്റായിട്ട് വരുന്നുണ്ട് എയർ ഫ്രയർ. കുറേ കഴിച്ചാലേ ടൈറ്റായി ടേസ്റ്റിന് കാണാം. തക്കാളിയൊക്കെ വരിക രക്ഷയില്ല. ഇത് ചിക്കൻ്റെ കരളാട്ടാ, കരളൊക്കെ ഉണ്ടോ അതിന് വെന്തിട്ടുണ്ട്. ഇതും സംഭവം ഒക്കെ വളരെ രസമാണ്. ശരിക്കും കരളുണ്ട്. കുരുമുളക് മാത്രം ഇട്ടിട്ട് ജസ്റ്റ് ഉപ്പും കുരുമുളക് ഇടുക. എന്നിട്ട് ഇത് വേവിച്ചിട്ട് വേണം. ഇത് കുറവുണ്ടോ സിമ്പിളായിട്ട് നല്ല സൂപ്പറായിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു രക്ഷയില്ല, എന്തൊക്കെ ടേസ്റ്റ്. ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കണം. എയർ ഫ്രയറൊക്കെ വീട്ടിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ കഴിഞ്ഞാൽ മീനും ഇറച്ചിയൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ കഴിക്കുക. കേൾക്കുക, നമ്മളിത് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഓരോന്ന് മേടിക്കുക, വയ്ക്കുക, കഴിച്ചിട്ട് അപ്പോൾ ഓയിലും വേണ്ട, ഒന്നും വേണ്ട, കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. എനിക്ക് കൂടുതൽ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമാണെന്ന് കഴിഞ്ഞാൽ ഒന്നും അറിയില്ല. നമുക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി കഴിക്കുക, ഒരു മീൻ കഴിക്കുക. അത് നമുക്കിനി അടുത്തത് എയർ ഫ്രയറിൽ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു സാധനം മേടിച്ചിട്ട് നമുക്ക് വെച്ച് കാണിച്ചു തരാം. നമ്മളവിടെ ഒന്നും കിട്ടില്ല, നമുക്ക് സെറ്റാക്കാം. നല്ല എരിവുണ്ടിടാം, കുരുമുളക് പൊടി കൂടിയെന്നുണ്ട്. അത് നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ചിക്കൻ്റെ അവസാനത്തെ കഷ്ണാട്ടാ. ഇങ്ങനെ ചൂടൊക്കെ ഉണ്ടാ നല്ല കളറായിട്ട് സെറ്റ് സാധനമുണ്ട്. നമുക്ക് നോക്കി കളിച്ച് ഇന്നത്തെ വീഡിയോ ഇതാക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പം നമുക്ക് അടുത്തത് ഞാനൊരു സ്പെഷ്യൽ സാധനമായിട്ടായിട്ട് വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ ശരി കേട്ടോ, ബൈ.